വീട്ടിൽ പൈസ നിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടോ? അതും നമുക്ക് പരിഹരിക്കാൻ ചെറിയൊരു മാർഗം പറഞ്ഞുതരാം. വീട്ടിൽ പൈസ നിൽക്കാതിരിക്കുന്ന അവസ്ഥകൾ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വൃക്ഷങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ എക്കോസിസ്റ്റം. ആ രീതിയിൽ വേണം നമ്മൾ അത് കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പം പിന്നെ വീടിൽ വൃക്ഷം സാധാരണ വീട് വയ്ക്കുന്നതിനായിട്ടൊരു പ്ലോട്ട് വാങ്ങിക്കുന്ന ഒരാൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരു ട്രെൻഡ് കാണാറുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും അത് ചെയ്യരുത്. വീട് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ തടസ്സം വരുന്ന രീതിയിലുള്ള ആ ഭാഗത്തുള്ള വൃക്ഷങ്ങൾ മാത്രമേ മുറിക്കാവൂ എന്ന് ഞാൻ പറയും. ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് മാത്രമല്ല, നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കത് വെൽത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ വീട്ടിൽ തണൽ വൃക്ഷങ്ങൾ നട്ട് വളർത്തി ഡയറക്റ്റ് സൺലൈറ്റ്, നമ്മുടെ പ്രത്യേകിച്ച് ഈസ്റ്റിലും നോർത്തിലും ഒക്കെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കണം. ഡയറക്റ്റ് ഇപ്പോൾ സൺലൈറ്റും നമ്മൾ എപ്പോഴും പറയപ്പോൾ ചോദിക്കും, നോർത്തിലും ഈസ്റ്റിലും എപ്പോഴും സൂര്യപ്രകാശം വരണമെന്നല്ലേ, എപ്പോഴും ക്ലിയറൻസ് കൂടുതലുള്ള സ്ഥലം വേണമെന്നല്ലേ പറയുന്നതെന്ന് പറയും. പക്ഷേ അവിടെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടിപ്പോയി. പ്രത്യേകിച്ച് ഇത് തന്നെ നമ്മൾ ഈവൻ സൗത്തിൽ വെസ്റ്റിൽ വരുമ്പോൾ ഈ ഡയറക്റ്റ് സൺലൈറ്റ് വളരെ കുറയ്ക്കുകയും വേണം. നമ്മൾ ആ രീതിയിലുള്ള തണൽ വൃക്ഷങ്ങളവിടെ വയ്ക്കണം. അപ്പോൾ ഇവിടെ നോർത്തിലും ഈസ്റ്റിലും ഒക്കെ ഈ ഹൈ ഇൻറ്റൻസിറ്റി സൂര്യപ്രകാശം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ചെറിയ തണൽ വൃക്ഷങ്ങൾ നടുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാനുള്ള ഒരു ശക്തി തരുമെന്നാണ് വാസ്തു പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.